ശിവാംഗി കൃഷ്ണകുമാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ശിവാംഗി. ഹായ്. ശിവാംഗി ആലിയ ഭട്ടിനെ പോലെ ഉണ്ടോ ഇപ്പോ ക്യാമറയിൽ നോക്കി? അറിയില്ല. ആലിയ ഭട്ടിനെ ഭയങ്കര ഇഷ്ടമാണോ ശിവാംഗി? ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ ക്യാമറമാനോട് പറഞ്ഞോ ആലിയ ഭട്ടിനെ പോലെ ആക്കി തരാൻ വേണ്ടിയിട്ട് ആംഗിളൊക്കെ മാറ്റിയിട്ട്? അതാ ആംഗിളൊക്കെ മാറ്റാൻ ട്രൈ ചെയ്തു. പക്ഷെ ഇന്ന് എന്റെ ദിവസം ഇങ്ങനെ ഫുൾ ഫേസ് വന്ന് ഇത് ക്യാമറ ഫേസ് ആയതുകൊണ്ട് പറവല്ലോ. പക്ഷെ ഒരു സൈഡ് ആരെ പോലെയാ അപ്പോ? വിനി കൃഷ്ണകുമാറിനെ പോലെ? ഇല്ല, അതെന്താന്നറിയോ, എന്റെ ഒരു സൈഡ് ഓഫ് ദ മൂഞ്ചിരിക്കുന്നു അല്ലേ, അത് വന്ന് കുറച്ച് ഒരുമാതിരി നല്ല സ്ലിം ഉണ്ടാവും. ഈ സൈഡ് കുറച്ച് കവിള് ചാടിയതാ. സോ അതുകൊണ്ട് ഞാൻ എപ്പോ ഫോട്ടോ എടുക്കുമ്പോ കൂടെ ഇങ്ങനെയാ ഞാൻ കൊടുക്കുള്ളൂ, ഞാൻ ഇങ്ങനെയാ കൊടുക്കുള്ളൂ. പക്ഷെ ഇപ്പോ ഇത് ആംഗിൾ ഇങ്ങനെ ആയതുകൊണ്ട് ശരി പറവല്ലോ. എവിടെ തൽക്കാലം ക്ഷമിച്ചു. ക്ഷമിച്ചെങ്കിലും ശിവാംഗി ഇപ്പോൾ ശിവാംഗി സ്റ്റാർ ആകുന്നത് എ.ആർ. റഹ്മാൻ സാറിന്റെ പാട്ട് പാടിയത് കൂടെ കൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്വേത ഇവിടെ പാടിയ പാട്ട് അവിടെ വന്ന് മലയാളത്തിൽ പാടാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും വിനി കൃഷ്ണകുമാറായിട്ടൊരു കണക്ഷൻ ഉണ്ട്, എ.ആർ. റഹ്മാൻ സാറുമായിട്ടൊരു കണക്ഷൻ വന്നു. അപ്പൊ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ അത്? കറക്റ്റ്. അതായത് ചെറിയ വയസ്സിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു ഞാൻ ആലോചിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോ ശ്വേത ചേച്ചിയാണോ എനിക്ക് മുമ്പേ അമ്മയുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇന്ത്യ വரைக்கும் പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ബട്ട് കണ്ടിപ്പാ അതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വെച്ച് തീർച്ചയായിട്ടും ഉണ്ട്, അത് വരും. ശ്വേത ചേച്ചി പാടിയ പാട്ട് എനിക്കൊന്ന് ദിടീർന്ന് ഒരു ദിവസം കോൾ വന്നു. ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോ കോടമ്പാക്കത്തില്, പഞ്ചതൻ റെക്കോർഡിങ്. സോ അവിടെ പോയിട്ട് വാട്ടർ പാക്കറ്റ് സോങ് ഓൾറെഡി അതൊന്ന് ഹിറ്റായിരുന്നു. വാട്ടർ പാക്കറ്റ് സോങ്ങിന്റെ മലയാളം പാടാൻ വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വരാൻ പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരുന്നു. കഴിക്കുന്നെല്ലാം നിർത്തിയിട്ട് ഞാൻ ഓടിപ്പോയി. അതെ, അന്ന് അമ്മ അപ്പാവും ഊരിലില്ല, അവര് ഒന്ന് ട്രിവാൻഡ്രത്തിൽ ഒന്ന് കച്ചേരിയിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ ബ്രദർ അവിടെ വണ്ടിയെല്ലാം പോവില്ല, ഭയങ്കര സ്മോൾ റോഡ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും സ്കൂട്ടിയിൽ പോയിട്ട് അവനെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു. നമുക്ക് രണ്ടുപേരും പാടാം. നീ അടുത്ത് വരുന്നോലപ്പട്ടമായി ചുമ്മാ നടക്കും മധുര കട്ടിയാലുയിരിൽ പതിച്ചു വെച്ചോന അലിയാലുവ പോലെ പുഞ്ചിരിച്ചോന മനസ്സാൽ എനിക്ക് ഒരു പഞ്ഞി മിഠായ, ആഹാ പഞ്ഞി മിഠായ, അയ്യോ പഞ്ഞി മിഠായ, സോജാവ മടിത്തടത്തിൽ രാവിലെ വെളിച്ചാഞ്ചി ചുമ്മാ ചാടാതെ കരിമിഴിയെ വാട്ടർ പാക്കറ്റ് കണ്ണ് ഈ കാട്ടുമുളക് പോലെ ഞാൻ എരിവറിഞ്ഞ നെഞ്ച് ഈ മനസ്സ് കൊളുത്തി എന്നെ നീ മീനെ പോലെ റാഞ്ചി. അടിപൊളി. ഇത് ധനുഷ് ശരിക്കും അമ്മയുടെ ശിഷ്യനാണെന്നുള്ളത് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. താങ്ക് യു. അത് അടിപൊളിയല്ലേ? അതെ. അപ്പൊ എത്ര കണക്ഷനാണ് വരുന്നത് ഈ ഒരു പടത്തില്? എല്ലാമേ അമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്നു. ഓമനെ കുഞ്ഞേ നിന്നെ, ആ പാട്ട് ഓർമ്മയുണ്ടോ ശരിക്കും പാടിയതിനെ കുറിച്ച്? ജയചന്ദ്രൻ സാറിന്റെ ആദ്യത്തെ പാട്ടാണ് ശിവാംഗിയുടെ. ഓർമ്മയുണ്ട്. എനിക്കെന്ത് ഓർമ്മയുണ്ടെന്നാ, ഒരുമാതിരി ഞാൻ വീട്ടിലേതോ ചെയ്തോണ്ടിരുന്നു, എന്നെ ദിടീർന്ന് എവിടെയോ കടത്തി കൊണ്ടുപോയി ഒരു സ്റ്റുഡിയോയിൽ നിർത്തിയിട്ട് മൈക്ക് മുന്നാടി നിൽക്കാൻ വയ്ക്കുന്നു. പാടുന്ന് പറയുന്നു, പാടാൻ വരുന്നില്ല. എന്നിട്ട് എന്തായിരുന്നു, ഐ തിങ്ക് അങ്ങനെ റാൻഡമാ റെക്കോർഡ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയാ ആ ലൈന് പഞ്ചാര ഉമ്മ തരാൻ വാ അത് വന്ന് പുറകിൽ അപ്പാവും അമ്മാവും നിന്നിട്ട് പാടുന്ന് എനിക്ക് എന്താ ഞാൻ ഏതോ ചെയ്തോണ്ടിരുന്നു. ദിടീർന്ന് എന്നെ ഒന്ന് ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുക വെച്ചിട്ട് പാടുന്ന അത്. എന്നിട്ട് അത് വേറെ അങ്ങനെ പാടിയിട്ട് കുറച്ചേരം നിന്നിട്ട് பார்த்தா ദിടീർന്ന് ഇക്കളി മുട്ടി അമ്മ. എന്നിട്ട് നോക്കിയാ ചിരിച്ചു. എന്നിട്ട് റെക്കോർഡിങ് ഓവർ, വീട്ടിൽ വന്നു. അതെങ്ങനെ ചിരിച്ചേ? ആ ചിരി അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇപ്പോഴും. ചിരി ഓർമ്മയുണ്ടോ? ചിരി ഓർമ്മയുണ്ട്. ഇപ്പൊ കൂടെ റീസെന്റ് റീലിൽ വന്നു. അതിക്കളി മുട്ടിയ ആ ചിരി ഇനിയും വരും. ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ചിരി? ശിവാംഗിക്ക് തന്നെ അത് അനുകരിക്കാൻ പറ്റുമോ? അത് ഒരുമാതിരി ഫേക്ക് ആയിട്ടുണ്ടാവും. ഭയങ്കര ജെനുവിൻ ആണ് ശിവാംഗി എന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ ദേഷ്യം വരുമ്പോ ഈ ജെനുവിനിറ്റി എങ്ങനെ കാണിക്കും? ഇന്നലെ നൈറ്റ് എന്റെ വീട്ടിൽ വന്നിട്ട് എല്ലാ ഇൻഫർമേഷനും എടുത്തിട്ട് പോയി. ശരി, അതാവത് ഈ രജനീഷ് ചേട്ടൻ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് നൈറ്റ് വന്ന് വീട് നോക്കാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി ഇൻഫർമേഷൻ എല്ലാം വന്ന് എൻ്റെ വയലിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് ഇപ്പൊ അത് ഇന്റർവ്യൂവിൽ എടുത്ത് ചോദിക്കാം. ശരി ഫൈൻ. എന്താന്നാ ഇപ്പൊ ഇങ്ങനെ തിരിച്ച് സംസാരിക്കല്ലേ, അതേമാതിരി ദേഷ്യം വന്നാന്ന് വെച്ചോ, ഈ വീട് രണ്ടായിപ്പോ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ നിന്ന് വിറയ്ക്കും.
അല്ല, എന്താണെന്നറിയോ, എനിക്കൊരു വീക്ക് പോയിന്റ് ഉണ്ട്. ആ വീക്ക് പോയിന്റ് വെച്ച് എന്നെ ട്രിഗർ ചെയ്താൽ ഞാൻ അവരെ മോളിൽ ഏറി ചവിട്ടി എന്നിട്ട് ഞാൻ വെളി പോകും. ഓ, ഇറങ്ങി പോകും. ഞാനാ ബിഗ് ബോസിൽ പോയാൽ എന്റെ പേര് കണ്ടിപ്പാ മോശമാവും. ഓ, അതുകൊണ്ട് ബിഗ് ബോസിൽ പോകണ്ട. ഇന്നലെ ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്നെ ശിവാംഗി പറഞ്ഞു, ഈ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതില്ല, അപ്പൊ മറ്റുള്ളവർക്ക് വിഷമാവൂലേ, അത് ഹാംഫുൾ ആവൂലേ, അങ്ങനെ ചിന്തിക്കൂലേ? അത് ആരുടെ അടുത്ത് ദേഷ്യം കാണിക്കണമെന്നുണ്ട്. ഇപ്പൊ ആരോ വഴിയിൽ റോട്ടിൽ പോകുന്ന പറവല്ല, അവര് എന്ത് പറഞ്ഞാൽ നമുക്കെന്താ, എന്തിനാ അവർക്കും നമുക്ക് സംബന്ധമല്ല. ഇപ്പൊ നമ്മുടെ സ്വന്തം അമ്മപ്പ നമ്മൾ ഒരുമാതിരി പറഞ്ഞാൽ നോക്കോ വരൂലേ, നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് അവര് അമ്മപ്പ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് മനസ്സിലെടുക്കൂല. സോ അതുകൊണ്ട് അങ്ങനെ നമ്മാണ് പറഞ്ഞ, എനിക്കറിയില്ല അവര് മനസ്സിലെടുത്തിട്ടുണ്ടായില്ല. സോ അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ ശിവാംഗി എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര ജെനുവിനാണ്. പക്ഷേ ആ സമയത്ത് ഈ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ശിവാംഗി. കൺട്രോൾ ചെയ്യേണ്ടതില്ല. എന്തിനാ ഇപ്പോ ഈ ദേഷ്യമെല്ലാം നമ്മുടെ ഉള്ളിൽ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് പറ. നമ്മുടെ ഉള്ളിൽ വെച്ചാ അതും ഒരുമാതിരി നമ്മുടെ ബോഡിയിൽ എവിടെങ്കിലും പോയി സ്റ്റോറായി ക്യാൻസർ ഒരിക്കലും വരാനുള്ള വായ്പുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഏതർ തെറപ്പി പോകുന്നത്, അല്ലെങ്കിൽ ഈ ഐസ് വാട്ടറിൽ കുളിക്കുന്നത്, എന്നിട്ട് ഈ അക്യുപഞ്ചർ അതൊക്കെ ചെയ്യുന്നത് എന്തിനാ? നമുക്കൊരുമാതിരി വേദന വരും, വേദന വന്നിട്ട് നമ്മ മനസ്സങ്കടം വരും, മനസ്സങ്കടം വന്ന് ഡിപ്രഷൻ വരും. ഉടനെ ഡോക്ടർ എന്ത് പറയും, ഇതെല്ലാം ചെയ്യുന്ന പറയും. അതിന് ചെയ്യുന്ന പോലെ നമ്മൾ ദേഷ്യം കാട്ടിട്ട് അങ്ങനെ നിമ്മതിയെ പടുത്ത് ഉറങ്ങിയാ പോരെ. അതാണ് അതും അമ്മപ്പായതുകൊണ്ട് ഓക്കെ ഫൈന്. തമിഴിലെ എന്റെ ഫ്രണ്ട്സ് ആരുടെ അടുത്തും നല്ല വാക്ക് ഉപയോഗിച്ച് ഞാൻ ദേഷ്യപ്പെടും. അതെ, അതപ്പൊ മുന്നും പിന്നും ഒന്നും നോക്കൂല. അപ്പൊ ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെടുന്നത് ന്യായമായ വിഷയമായിരിക്കും. ഞാൻ ചുമ്മാ ദേഷ്യപ്പെടില്ല. ആക്ച്വലി ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, ഇപ്പൊ ഇല്ല. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ആവും. അപ്പൊ എന്റെ മോള് എന്ന് ആ ചേട്ടൻ ചിരിക്കാം ക്യാമറ. അപ്പൊ ഒരു കാര്യമുള്ള കാര്യത്തിലായിരിക്കും ദേഷ്യപ്പെടുക, ഇല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല. ഇല്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല. ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിനെ ഒന്ന് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം. അതാ ആരായിരുന്നോ കൂടെ ഞാൻ ഒന്ന് സ്പെയർ ചെയ്യേല. ഞാൻ അവരുടെ മൂലെ തല കയറി അടിച്ചിട്ട് എന്നിട്ട് ഈ അമ്മ അല്ല ഒന്ന് അപ്പാർട്ട്മെന്റ് മൊത്തം കേൾക്കുന്ന പറയും. പറവല്ല, കേക്കട്ടെ, അവർ വരട്ടെ, എന്നെ ഒന്ന് നോക്കട്ടെ, എനിക്ക് കവളയല്ല എന്നിട്ട് ഞാൻ ഒന്ന് ഫീൽ ആവും. പുറത്തിറങ്ങി സുഹൃത്തുക്കളോടൊക്കെ ഇത് ചെയ്തതിന് ശേഷം പിന്നീട് പോയിട്ട് സോറി പറയൂ ശിവാംഗി? അവരെ എന്നെ ഒന്ന് സോറി പറയും. അത് ആ കാര്യത്തിനാണ് നമ്മൾ ദേഷ്യപ്പെട്ടത്, അതുകൊണ്ട് സോറി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, പിന്നെ നമ്മളത് ക്ഷമിച്ചു കൊടുക്കും. ഇപ്പോ ഞാൻ വന്ന് തേവല്ലാതെ കോപ്പിട്ടു, അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ കോപ്പിട്ടത് ഞാൻ സോറി ആയിരിക്കും. അവരെന്നെ ഹേർട്ട് ചെയ്താൽ ഞാൻ തിരിച്ചു പോയി പറയും, ഞാൻ തന്നെ സോറി ആക്കണ്ടേ. അതെ, ഈ വീട്ടില് സാധാരണഗതിയിൽ മാമുമായിട്ട് ക്ലാഷ് വരുന്നത് ഏത് കാര്യത്തിനാണ് കൂടുതൽ? അത് ഞാൻ അമ്മ വന്നിട്ട് പറയാം. അതെ, അമ്മ വരട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ആ പാട്ടില്ലേ ചിന്ന ചിന്ന വന്ന കുയിൽ, ഇളയരാജ സാറിന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശിവാംഗി പാടുന്ന കേൾക്കാൻ, അത് പാടിയാലോ? മാலை சோடி மஞ்சம் தேடி காதல் தேவன் சந்நிதி காண 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 சின்ன சின்ன வண்ண கோயில் கொஞ்சி கொஞ்சி கோவதம்மா. സ്റ്റേജിൽ ശിവാംഗി പാടുന്നത് ഭയങ്കര ഫീലാണ്. എന്താണെന്നറിയോ, ഓഡിയൻസിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. ഭയങ്കര രസമാണ്. ഇത് കഴിയുമ്പോൾ ശരിക്കും കൈയടിക്കാൻ കൂടി അവർ ചിലപ്പോൾ മറന്നുപോകും. അതാണ് അതിൻ്റെ ഒരു ഫീല്. ആ പാട്ട് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് റഹ്മാൻ സാറിൻ്റെ സ്നേഹിതനെ ഉള്ളൊരു ഫീലില്ലേ, സ്നേഹിതനെ നമുക്ക് പാടണം. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് സ്നേഹിതനെ പാടാം. ഈ ആൾക്കാരോടൊക്കെ ക്രഷ് തോന്നുന്ന ഒരു സമയത്തും അമ്മയോടും ഒക്കെ ക്രഷ് വന്ന് പറയാറുണ്ട്. പശുവിന്റെ കേസിൽ തന്നെ ക്രഷ് ഇങ്ങനെ പുറത്ത് നിന്ന് പറയാം, നമ്മൾ സ്റ്റേജിലൊക്കെ നിന്ന് എന്നെ പറയാൻ കഴിയാന്ന് പറയുന്നത് അതൊരു കുറച്ചുകൂടെ ഗട്ട്സ് വേണ്ട ഒരു പരിപാടിയല്ലേ? അത് ഗട്ട്സ് അല്ല ആക്ച്വലി. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു മണ്ടത്തരായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു ആൻസർ. അത് ആരെങ്കിലും സ്റ്റേജിൽ പോയി അങ്ങനെ പറയാ? അങ്ങനെ പറഞ്ഞൂടെ? അത് ഇപ്പൊ ആലോചിക്കുമ്പോ കുറച്ച് നമുക്ക് അടക്കി വായിച്ചിരിക്കാം. എന്താ പറയണ്ട, അടക്കൊതുക്കമായിരുന്നിരിക്കാം. കുറച്ചൊന്ന് ഒളിച്ചു വെക്കണമായിരുന്നു. എന്നിട്ട് അപ്പൊ ഒന്നും അറിയാത്ത ഒരു കുട്ടിയായിപ്പോയി. 20 വയസ്സ്, ഇപ്പൊ 24. നമുക്ക് വളരെ വളരെ അല്ലേ ഇത് വരുള്ളൂ. സോ മെച്ചൂരിറ്റി അതെനിക്ക് ഇപ്പഴാ വന്നേ. ഇപ്പൊ ഞാൻ അതെല്ലാം എടുത്ത് നോക്കുമ്പോ അങ്ങനെ ഫീൽ ആവുന്ന എനിക്ക്. ഞാൻ അങ്ങനെ ഒരു ആൻസർ ശരിക്കും ശിവാംഗി ഒന്നും പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടെ അതിനൊന്ന് ഇത് ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുമെന്നാണ്. ഇല്ല ആരും ഏത് പെണ്ണും അങ്ങനെ ചെയ്യാൻ പാടില്ല.
അതിൽ ശരിക്കും അബദ്ധം പറ്റിയത് എന്താണ്? അത് എന്താ പറയണ്ട, നമുക്ക് ഭാവിയില് ഒരു ഫ്യൂച്ചർ ഒരു ഹസ്ബൻഡ് നിന്ന് വരുമ്പോ ഈ ക്ലിപ്പിങ്ങിലെ വന്ന് ഇന്നൊരു 20 വർഷത്തിന് ഈ ക്ലിപ്പിങ്ങിലെ ഉണ്ടാകും. അപ്പൊ ആ ഹസ്ബൻഡിന് വേദനിക്കില്ലേ? അല്ല, ഇത് ക്രഷ് അല്ലേ? ക്രഷിൽ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ക്രഷ് നമുക്ക് ഇപ്പൊ സെലിബ്രിറ്റി ക്രഷ് നമ്മൾ തോന്നൂലേ? അത് വേണ്ടായിരുന്നു, ആ കാര്യം വേണ്ടായിരുന്നു. പോട്ടെ, ഇനിയുള്ള സെലിബ്രിറ്റി ക്രഷ് അപ്പൊ നമ്മൾ മറച്ചു വെക്കോ? ഇപ്പൊ സെലിബ്രിറ്റി ക്രഷ് ഒന്നും ഇല്ല. അയ്യേ, ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, എനിക്കുണ്ടല്ലോ സെലിബ്രിറ്റി ക്രഷ്. അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ കണ്ടില്ല. അല്ല, ഞങ്ങൾക്ക് ഇത് ക്രഷ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ അനുഷ്ക ഷെട്ടി ആയിരുന്നു, പിന്നെ ഞങ്ങള് തൃഷ നോക്കി, അങ്ങനെ ഞങ്ങൾ ക്രഷ് വരും. എന്തിനാ വർഷം പുതിയ പുതിയ ഹീറോയിൻ ഇൻട്രോഡ്യൂസ്. ഇപ്പൊ തമിഴ്നാട്ടില് ആരാന്നറിയോ ക്രഷ്? മമിത ബൈജു, പ്രേമലു ഹിറ്റ് ആയപ്പോ മമിതയ്ക്കായി ക്രഷ്. ഇവിടെ വന്ന് ഒരു ഓപ്പണിങ്ങിന് വന്നിരുന്നു മമിത ബൈജു. അയ്യോ, നടക്കാനേ പറ്റില്ല. കുക്ക് വിത്ത് കോമാളിയിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രൊഫൈൽ മാറ്റമുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു ഉദ്ഘാടനത്തിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് തിരിച്ച് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വന്നു. എനിക്കൊരു ചോക്ലേറ്റ് കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. ഈ ഉദ്ഘാടനത്തിന് പോവുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ഥിരം പരിപാടിയാണ് അല്ലേ? അത് ഇടയ്ക്കൊക്കെ ഉള്ളൂ. എന്താണ് അതിന്റെ ഒരു സന്തോഷം? എന്താണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക്? അവിടെ ചെല്ലുമ്പോ എല്ലാവരുടെ കണ്ണില് ഹൈ അങ്ങനെ കാണാൻ പറ്റും. അത് ഭയങ്കര ഇതാ. എന്നിട്ട് പുതിയൊരു കട ഓപ്പൺ ചെയ്യുമ്പോ ഒരു ഫീൽ ഇല്ലേ? നമ്മളൊരു അവർക്കൊരു ബിഗിനിങ്, നമ്മൾ അതിലൊരു പാർട്ടാണ്ട് അങ്ങനെ ആലോചിക്കുമ്പോ ഒരു സൂപ്പർ അല്ലേ. ഇന്നലെ ഞാൻ പോയത് വന്ന് ആക്ച്വലി ഒരു ഐസ്ക്രീം ഡെസേർട്ട് കടയുടെ ഉദ്ഘാടനം. എനിക്ക് ഐസ്ക്രീം ചോക്ലേറ്റ് സ്വീറ്റ് എന്ന ജീവനാ. ഞാൻ പല ദിവസം ആഗ്രഹിച്ചു എന്നെ ആരെങ്കിലും ഒരു ഐസ്ക്രീം ഷോപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കോ, ഇല്ലെങ്കിൽ ഐസ്ക്രീം ഷോപ്പിന് എന്നെ വിളിക്കോ അങ്ങനെയെന്ന്. ഇതൊരിക്കലും ഞാൻ തുണിക്കട, സ്വർണ്ണക്കട എല്ലാം പോയിട്ടുണ്ട്, ലെഗിങ്സ് കട എല്ലാം പോയിട്ടുണ്ട്. ഒരു ഐസ്ക്രീം കടയ്ക്ക് നമ്മൾ പോയിട്ടില്ല. ഐസ്ക്രീം കട, അതും നമ്മുടെ മലയാളികളുടെ ഐസ്ക്രീം കട. അതിവിടെ ചെന്നൈയിൽ അണ്ണാനഗറിൽ. അപ്പൊ ഒന്ന് അത് ഓപ്പൺ ചെയ്യുമ്പോ നല്ല ഗംഭീരമായി നടക്കുമ്പോ അവര് ഭയങ്കര ഹാപ്പിയായി. ഇതാണ് എനിക്കിഷ്ടം. പക്ഷെ അവിടെ പോയിട്ട് എന്താ സംസാരിക്കുക ശിവാങ്കിയപ്പോ? ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കടയിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്തത് ഭയങ്കര ഹാപ്പി. ഈ അമ്മാനെ നിങ്ങൾ ഇപ്പോഴേ എനിക്ക് അവിടെ ആക്ഷൻ കാണിക്കുന്നു. ഞങ്ങൾ ഇരുത്തും, ആ സമയത്ത് വന്നാ മതി. വെയിറ്റ്. ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ഐസ്ക്രീം കടയിൽ പോയപ്പോ ഭയങ്കര ദിവസമായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കടയെ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം അങ്ങനെ പറഞ്ഞപ്പോ ശരി അങ്ങനെയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തരും. തന്നിട്ട് എനിക്ക് 10 വിധமான ഐസ്ക്രീം ഇന്നലെ തന്നു. അതാണ് ഹാപ്പിനെസ്. ഈ ആൾക്കാരുടെ മുഖത്തൊക്കെ ഈ സന്തോഷം കാണുമ്പോൾ നമ്മളോടൊരു ആരാധന ഉണ്ടല്ലോ, ആ ആരാധന തോന്നുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ ഒരു പ്രൗഡ് കൂടുവോ? എന്താണ് ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഫീൽ? എന്താണ്? പ്രൗഡ് കൂടൂല, ആക്ച്വലി സന്തോഷമാ കൂടുള്ളൂ. എന്തിനാ നമ്മള് ആഗ്രഹിച്ച വിഷയല്ലേ അത്. ആക്ച്വലി ഞാൻ സൂപ്പർ സിംഗർ ചെയ്യുമ്പോ അത്ര പേർക്ക് എന്നെ അറിയാമെങ്കിലും അത്ര മൈൻഡ് ചെയ്യില്ല. എന്തിനാ അങ്ങനെ നോക്കിട്ട് പോകും. പക്ഷേ അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് നോട്ടീസ് ചെയ്യുക, ആരെങ്കിലും എന്നെ കൂടെ ഒന്ന് ഒരു സെൽഫില്ല എടുക്കുക അങ്ങനെയെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് 1 വർഷം നോക്കിയാൽ എനിക്ക് ഈ വീട്ടിൽ താണ്ടി നടക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഒന്ന് എല്ലാ ദൈവങ്ങളുടെ അടുത്ത് പറഞ്ഞു താങ്ക് യു സോ മച്ച് അങ്ങനെയെന്ന്. ഒരു ഘട്ടത്തിൽ ബിന്നി കൃഷ്ണകുമാറിന്റെ മോളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ബിന്നി മാം തന്നെ അറിയപ്പെടുന്നത് ശിവാംഗിയുടെ അമ്മ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇപ്പൊ ശിവാംഗിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് വന്നു തുടങ്ങി. ശരസറൊക്കെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമുണ്ട്, ശിവാംഗിയുടെ അമ്മയാണെന്നുള്ളത്. ആ സമയത്ത് ശിവാംഗിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് അമ്മയോട് സംസാരിക്കാറുണ്ടോ? എന്താ പറഞ്ഞു? ഞാനൊന്നും സംസാരിക്കാറില്ല. ഞാൻ ചെറിയ വയസ്സിൽ ആക്ച്വലി അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ റേറാ പാടണം அவங்க പൊണ്ണു தானே അങ്ങനെയെന്ന്. എന്റെ 15 വർഷമേ അങ്ങനെയാ. ഞാൻ സ്കൂൾ പാസ് ഔട്ട് ആവുന്ന വരെ അങ്ങനെയാ ഈ ഉங்க അമ്മ தான் റേറാ പാടണാங்க അങ്ങനെയെന്ന്. എന്നിട്ട് അപ്പോഴേ ഞാൻ ചെറിയ വയസ്സിലേ പറഞ്ഞു, ഒരു ദിവസം ശിവാംഗിയുടെ അമ്മ ഞാൻ പറയാ നോക്കോന്ന്. പക്ഷെ ഞാനല്ലേ എന്റെ അമ്മ അല്ല വിശ്വസിച്ചില്ല, ഞാൻ പാട്ട് പഠിച്ചില്ല. എന്നിട്ട് പഠിത്തം മാത്രമൊന്നുമില്ല. അപ്പൊ ഞാൻ പഠിപ്പിലും എവിടെ ആവില്ല, പാട്ടിലും എവിടെ ആവില്ല. അപ്പൊ അമ്മ എന്ത് വിചാരിക്കും, അവ ഈ കുട്ടിയില്ല എന്താവാൻ പോകുന്നു അങ്ങനെയെന്ന്. പാത്താ അങ്ങനെ നടന്നപ്പോ അമ്മ വിശ്വസിച്ചേ അല്ല ഒരു ദിവസം ഇങ്ങനെ ആവുന്നു. അപ്പൊ അമ്മ ഇന്ന് കൂടെ കേരളത്തിലെ വന്ന് ഞാൻ പോകുമ്പോ മുമ്പെല്ലാം എന്നെ ആർക്കും അറിയില്ലായിരുന്നു. കുറച്ചുപേര് ഈ കുക്ക് വിത്ത് കോമാളി കണ്ടവർക്ക് അറിയാം. ഇപ്പോ അമ്മ പോയാ ഇപ്പോഴും ശിവാംഗി എങ്ങനെയാണ് ചെയ്യുന്നത്? അവിടെയാണ് ഒരു സ്പേസ് ഉണ്ടായിരുന്നത്, അതും പോയി. അമ്മ അത് പറയുമ്പോ അമ്മാണ് അയ്യോ ഇപ്പൊ ഇത് കേരളത്തിലാவது എനിക്ക് വന്നത് ആരെങ്കിലും പറയാ തിരിച്ച് അതേ പറയുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയിട്ട് എ ആർ റഹ്മാൻ സാറിന്റെ സ്നേഹിതനെ പാടിയിട്ട് നമുക്ക് അമ്മയെ വരുത്താം. ഇതേ അഴുത്തം അഴുത്തം ഇതേ അணைപ്പ് അணைപ്പ് வாழ்வின் எல்லை
സ്നേഹ